3,70,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം. ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് അതായത് വെറും 7 ലക്ഷം രൂപക്ക് നമ്പർ കാര്യങ്ങളും 30 വരെ പേപ്പറിൽ ഈ 4x4 ഈ ഫോർച്യൂണറിന്റെ പ്രൈസ് തന്നെ വെറും 7 ലക്ഷം രൂപ. അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് 4 വരുന്ന ഒരു കിഡിലൻ ഇന്നോവയാണ് വെറും 4.5 ലക്ഷം രൂപ. അങ്ങനെ ഒത്തിരി നല്ല ചെറിയ ചെറിയ പ്രൈസിനുള്ള ഒത്തിരി നല്ല വാഹനങ്ങൾ നമ്മുടെ ജൂബിലി മോട്ടോറിംഗിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ പ്രൈസിന് ഒത്തിരി നല്ല വാഹനങ്ങളൊക്കെ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ട് ഓൾട്ടോ 800 വരുന്നുണ്ട്. അതേപോലെ ഏറ്റവും ന്യൂ ഷേപ്പിൽ നല്ല സ്പോർട്ടി ആയിട്ടുള്ള സ്വിഫ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് തൊട്ട് മുമ്പുള്ള ഫോർച്യൂണർ സ്വിഫ്റ്റുകൾ, അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അത്യാവശ്യം ഫോർച്യൂണർ അതേപോലെ ക്രിസ്റ്റകളൊക്കെ ഉള്ള ഒരു കളക്ഷനാണ്. ജൂബിലി മോട്ടോറിംഗിൽ തന്നെയാണ്. നമ്മളെ ഫവാദാണ് കൂടെ ഉള്ളത്. ഫവാദ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം പോകുന്ന റൂട്ടിൽ മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ്. ആർക്ക് വന്നാലും എപ്പോഴും പെട്ടെന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ടയോട്ടയുടെ കളക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കാണിച്ചതാണെങ്കിലും ഈ ഫോർച്യൂണറിന്റെ ഡീറ്റെയിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ 2010 മോഡൽ 5 വർഷം വരെ പേപ്പർ എടുത്ത വാഹനമാണ്. കറന്റ്ലി നമ്പർ ആയിട്ടുണ്ട്. KL55 നമ്പറായ 4x4 മാനുവൽ വണ്ടിയാണ്. വെറും 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ്. അപ്പൊ അടുത്ത നമുക്കൊരു ഇന്നോവയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. വണ്ടി ഹൈ ക്വാളിറ്റി സിൽവർ കളറിൽ വരുന്ന വണ്ടിയാണ്. ചെറിയൊരു പൊടി കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് പിന്നെ വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 9 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് കൊടുക്കാം. 9 ലക്ഷം രൂപ മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു 80 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊടുക്കും ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമ്മൾ ക്രിസ്റ്റകളിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫോർച്യൂണർ ആയിക്കോട്ടെ. അടുത്തേലാ ഇതേതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 ഫുള്ളി കമ്പനി സർവീസിൽ ഒരു തരി ആക്സിഡന്റോ റീപ്ലേസോ ഇല്ലാത്തൊരു വാഹനമാണ്. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. 100% ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പിലാണ്. 1,16,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന്? ഈ വാഹനത്തിന് 22,50,000 രൂപയ്ക്ക് നമ്മൾ NOCയിൽ ഈ വാഹനം കൊടുക്കും. അത് ആരെ കസ്റ്റമറുടെ പേരിലേക്ക് NOC എടുത്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ NOC തന്നെ ഞാൻ ലോണും ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് NOCയിൽ തന്നെ നമുക്ക് ലോണും കിട്ടും. കൂടെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഏതാണോ അവിടേക്ക് നമ്മൾ NOC എടുത്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട നമ്പറിൽ അങ്ങ് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. സ്വന്തം രജിസ്റ്റർ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ഒരു ചെറുവാഹനം ഇവിടെ എടുക്കുന്നുണ്ട് അല്ലേ? ഷെവർലേന്റെ യുവോ അല്ല? അതെ, ഒരു 80 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. 2011 12-ാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാണ്. നമുക്ക് ഡീസൽ വണ്ടിയാണത്. പെട്രോൾ ആണ്. 15 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന വണ്ടി. അത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്രിസ്റ്റകൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ ഒരു സിൽവർ ഫിനിഷിംഗ് ആണ്. നിലവിൽ കേൾട്ടം BL നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ടയേഴ്സ് ഒക്കെ നോക്കി നമുക്ക് അത്യാവശ്യം ഫുൾ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡലാണ്. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. 1,76 ആണ് മീറ്ററിൽ കിലോമീറ്റർ വരുന്നത്. പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 11,80,000 രൂപയാണ്. 11,80 നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. അപ്പൊ ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഉണ്ടാവാം. മാർക്കറ്റ് പ്രൈസിലേറെ ചോറാണ് ഈ വാഹനത്തിന്റെ പ്രൈസ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഏകദേശം ചെറിയൊരു 50 രൂപേന്റെ താഴെ ഡൗൺ പേയ്മെന്റ് ഇറക്കി വണ്ടി ഇറക്കാൻ പറ്റും. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം കേട്ടോ. ഞാൻ ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു? 2018 മോഡലിൽ വരുന്ന വണ്ടിയാണ്. പേൾ വൈറ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. അത്രയും ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല കിട്ടുവാണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 13,400 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 13,400 നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഈ ക്രിസ്റ്റ നമുക്ക്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് നല്ല ട്രാക്കിന് ചെറിയ ചെറിയ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങളാണ്. ഈ വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അത്രയും 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്ന വണ്ടിയാണ്. വീണ്ടും ടൈപ്പ് 3ലേക്ക് വരുന്ന നമുക്ക് പേൾ വൈറ്റിൽ തന്നെ വരുന്ന ഒരു കിഡ്ലൈറ്റ് ആണ്. അത് നമുക്ക് കേരളത്തിലുള്ള നമ്പറൊക്കെ ആയിട്ടുണ്ട്. നല്ല നമ്പറൊക്കെ ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 മോഡൽ വാഹനമാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 1,98 ഓടിയിട്ടുണ്ട്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 13,400 തന്നെയാണ്. നമുക്ക് ഏകദേശം 40 രൂപ 50 രൂപ ഡൗൺ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും. ഒക്കെ ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റിലാണ് ഇത്രയും വലിയ വാഹനങ്ങൾ നമുക്ക് തരാൻ പോകുന്നത്. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇതാവണം. 1-2 ക്രിസ്റ്റകളല്ല, നമുക്ക് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഒക്കെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ്.
മേജർ ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലേനു അല്ലേ? അതെ. അടുത്ത നമുക്കൊരു ഇന്നോവകൾ ഒരു 3-4 നമുക്ക് വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 7 സീറ്ററിൽ വരുന്ന 2014 മോഡൽ G4 വരുന്ന ഇന്നോവയാണ്. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടില ഇന്റീരിയർ ആണ്. ലാസ്റ്റ് 2 ആഴ്ച മുമ്പ് ഷോറൂം സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടിയാണ്. ഓക്കെ. അത്ര നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം പറയാം. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നിലവിൽ കേരളം BG നമ്പർ ഒക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 8,10,000 രൂപ കൊടുക്കാം. 8,10 കൊടുക്കാം അല്ലേ? ലോൺ ഒക്കെ ഏകദേശം 1 lakhന് താഴെ ഡൗൺ പേയ്മെന്റ് ഇറക്കി വണ്ടി കൊടുക്കാൻ പറ്റും. ഇനി അതാണ് സെയിം സിൽവർ ഫിനിഷിംഗ് തന്നെ നമുക്ക് ഈ ഓപ്ഷൻ ആണ്. ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്നോവയാണ്. അപ്പൊ ഇന്റീരിയർ ഒക്കെ നോക്കി നമുക്ക് നല്ല പ്രീമിയം ലെവലിൽ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി. ടയേഴ്സ് ഒക്കെ നോക്കി അത്യാവശ്യം നമുക്ക് ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. ഇത് ഒറിജിനൽ കേരളാണോ വണ്ടി? അല്ല, നമ്പറായ വാഹനമാണ്. പക്ഷെ ഇത് നമുക്ക് ഇതാണോ ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നോവ കൊടുക്കാൻ പറ്റില്ല. പ്രൈസ് പറഞ്ഞാൽ നമുക്ക് 7,50,000. 7,50,000 അത് ഫുൾ ലോൺ അല്ലേ? അടുത്ത് നമുക്കൊരു ഗ്രാഫ് ഫിനിഷിംഗ് ആണ്. ഇത് ഏതായിരുന്നു മോഡല്? 2014 മോഡൽ D4 എഞ്ചിനാണ്. ഇന്റർകൂളർ വരാത്ത ടൈപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. സോ അത്യാവശ്യം മൈലേജ് കിട്ടൂല? മൈലേജ് കിട്ടും ഉണ്ടാവും. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? മോഡൽ 2014 മോഡൽ വണ്ടിയാണ് അല്ലേ? G4 ഓപ്ഷൻ വരുന്നത്. എത്ര വരുന്നത് നമുക്ക്? 7,00,000 രൂപ കൊടുക്കും. ചെറിയ പ്രൈസും ഉണ്ടാവും. മാക്സിമം 19 രൂപ വണ്ടി ഇറക്കാം. 50 രൂപ വണ്ടി ഇറക്കി. അടുത്ത ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് സൈഡ് സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നിലവിലേക്ക് കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് അല്ലേ? കേരള വണ്ടിയാണോ? കേരള വണ്ടി. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ്. ഇത്രയും കാലമായിട്ട് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 1,76 മീറ്ററിലുള്ളത്. എഞ്ചിന് മെക്കാനിക് 2008 മോഡലാണ്. അതാണ് ഹൈലൈറ്റ്. 2008 ഇപ്പോഴും സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ടൈപ്പ് 4 കൺവേർട്ടഡ് ആണ്. 3,70,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം. 3,70,000 ചെറിയൊരു പ്രൈസിന് ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. പേപ്പറൊക്കെ 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 3,400 3,70,000 ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ZX പ്ലസിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പൊ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ തന്നെ ഫുൾ ഓണില് നമുക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അത് നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്കേറ്റിങ്ങൾ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഏതായിരുന്നു മോഡല്? 2019 മോഡല് 20 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള വാഹനമാണ്. ആക്സിഡന്റ് റീപ്ലേസുകളോ ഒന്നും വരുന്നില്ല. വണ്ടി പക്ക ക്ലീൻ പീസ് വാഹനമാണ്. ഇത് നമുക്ക് ഏകദേശം 6,10,000 രൂപ കൊടുക്കാം. 6,10 നമുക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ഫുൾ ലോഡ് വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഏകദേശം നമുക്ക് ഒരു 80 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തൊരു ഹോണ്ട ജാസ് ആണ്. മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരളയാണ്. 2017 മോഡലാണ്. 17 മോഡൽ വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഇതിന്റെ ഹൈലൈറ്റ് ആണ് നമുക്ക് 24 വരെ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ നോക്കി നമുക്ക് ഫോർഡോ പവർ വിൻഡോസ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് സീറ്റ്സ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മിറേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ്. പിന്നെ അത് ഒരു ഹൈലൈറ്റ് ആണ്. അതൊരു സെഡാന്റെ സൗകര്യം നമുക്ക് കിട്ടുന്നുള്ളതാണ് അല്ലെ? അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള വാഹനമാണ്. അതേപോലെ തന്നെ യാത്ര ചെയ്യാൻ കംഫർട്ടാണ്. മൈലേജും ഉണ്ട്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 5,70,000 രൂപ കൊടുക്കാം. 5,70,000 നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ ഏകദേശം 5 ലക്ഷം വരെ ചെയ്യാൻ പറ്റൂല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 1,20. ഓണ്ടനെ സംബന്ധിച്ച് ഒരു ഓട്ടോ അല്ലാന്ന് പറയാം. ടയോട്ടന്റെ മാതിരി തന്നെയാണ് അല്ലേ? പക്ഷെ നമുക്ക് കറക്റ്റ് സർവീസ് ചെയ്തൊന്നും പേടിക്കാനില്ല. അടുത്ത നമുക്കൊരു ഓൾട്ടോ 800 ആണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2022 11 മാസം വണ്ടിയാണ്. വേരിയന്റ് ആണ് അല്ലേ? നിലവിൽ ഇപ്പൊ ഈ ഒരു മോഡലിൽ വണ്ടി കിട്ടൂല. കാരണം ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു മോഡല് അവര് നിർത്തിയിട്ട് ഒരു കേട്ടം തുടങ്ങിയത് ഇത്ര കാണാൻ ഭംഗിയൊന്നും ഇല്ലല്ലോ വണ്ടി. അതും ഗ്രേ കളറിലാണ്. അത്യാവശ്യം ആൾക്കാർ ഗ്രേ കളറിനോട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 3,40 കൊടുക്കാം. ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. 10-20 രൂപ ഉണ്ടെങ്കിൽ ട്രാക്കിന് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്തൊരു ഇയോൺ ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. 2016 സിംഗിൾ ഓണർഷിപ്പില്ല. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ബക്കറ്റ് സീറ്റ്സ് പോലെ തന്നെയാണ്. ഒന്നുകൂടെ യാത്ര കംഫർട്ട് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് ചെറിയൊരു ബഡ്ജറ്റിൽ
അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം അതെ അതെ അതെ. അത്യാവശ്യം മൈലേജും കിട്ടും. മാഗ്ന പ്ലസ് ആണ് വരുന്നത്. ഇത് നമുക്ക് 1,90,000 രൂപ കൊടുക്കണം. ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം ഏകദേശം. ഓക്കെ. അടുത്ത് വീണ്ടും നമുക്കൊരു ഓൾട്ടോ 800 തന്നെയാണ്. ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടി. ഫുൾ ഓണില് ഒരു ഓൾട്ടോ 800 അല്ലേ? ഏതായിരുന്നു? 2019 BX6 വരുന്ന വണ്ടിയാണ്. ഓക്കെ. 2019 BS6 വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതേപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നോക്കി അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് വരുന്നത് 2,75,000 രൂപയാണ്. 2,75,000 അല്ലേ? അത് നമുക്ക് ഫുൾ ഓണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. യെസ്. സൈഡൊക്കെ നോക്കി നമുക്ക് ഒന്നും ചെയ്യിക്കാനുള്ള ടയേഴ്സൊക്കെ ഫുൾ കട്ട് ടയേഴ്സ് വരുന്നുണ്ട്. എഗെയിൻ നമുക്ക് വീണ്ടും ഒരു ഓൾട്ടോ 800 തന്നെയാണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്, LXi ആണ് വരുന്നത്. ഇത് ഏതായിരുന്നു മോഡല്? 2018 മോഡൽ വരുന്നുണ്ട്. 2018 മോഡല്. അത്യാവശ്യം നമുക്ക് മൈലേജ് കിട്ടും. പിന്നെ നിലവിൽ നമുക്കൊന്നും ചെയ്യിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഓടുക മാത്രമുള്ള ഒരു കണ്ടീഷനുള്ള വണ്ടി. ഓടാൻ നമ്മള് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. മൈലേജും കിട്ടും. ഒരു ആവറേജ് 20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടും. ഒരു സാധാരണക്കാർക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വാഹനം. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? 2,75,000 കൊടുക്കാം. ചെറിയ പ്രൈസിന് മാക്സിമം ഒരു 10 രൂപ, മാക്സിമം 10-20 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കും. അത് വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ഏകദേശം അടുത്ത് അത്യാവശ്യം 5 വാഹനങ്ങളോളം സ്വിഫ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. മാനുവൽ ഉണ്ട്. ഇനി ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് 2022 ZXi ഓപ്ഷൻ വാഹനമുണ്ട് അല്ലേ? അത് ജസ്റ്റ് വർക്കിലാണ്, പോളിഷിംഗിലാണ്. അത് എത്ര നമ്മൾ റേറ്റ് ഇട്ടിട്ടില്ല? അത് 7,00,000 രൂപ കൊടുക്കാൻ പറ്റില്ല. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2024 ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വാഹനമാണ്. ഓക്കെ. അതായത് നമ്മള് ലാസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്. ആകെ 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഉണ്ട്. സീറ്റ് കവർ പോലും അയച്ചിട്ടില്ല ഈ വാഹനത്തിന്. അത്രയും നമുക്ക് വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള വെഹിക്കിളാണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കി ഞങ്ങൾ കാരണം നമുക്ക് സീറ്റ് കവേഴ്സ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. അത്രയും നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ്. KL70 നമുക്ക് നല്ല അടിപൊളി വാഹനം അല്ല? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയില്ല? സിംഗിൾ ഓണർ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 7,10 കൊടുക്കാം. 7,10 മാക്സിമം ഒരു 19 രൂപ, 50 രൂപ 60 രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ചെറിയൊരു ബഡ്ജറ്റ് 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു മാരുതി സുസുക്കി എർട്ടിഗ ഫുൾ ഓണിൽ കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടി, വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത് നമുക്ക് ഫുൾ ഓണിൽ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 ZXi പ്ലസിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 63,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പൊ കറന്റ് ഉള്ളത്. 5,50,000 രൂപ കൊടുക്കാം. ഒരു ചെറിയൊരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് 7 സീറ്റർ ഉണ്ട്. അത് നമുക്ക് ഫുൾ ഓണിലല്ലേ? അടുത്ത നല്ല മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് വലിയൊരു വാഹനം ചെറിയ പ്രൈസിന് നമ്മളെ നിസാന്റെ സണ്ണിയാണ്. നല്ല സ്പേഷ്യസ് ആണ്. റിയർ സൈഡ് ഒക്കെ നോക്കി നല്ല യൂസ് ചെയ്ത ഒരു 25 കിലോമീറ്ററും പറയേണ്ടി 28 കിലോമീറ്റർ മൈലേജ് പറയുന്നത്. 24 എന്തായാലും നമുക്ക് കൺഫേം ആയിട്ട് കിട്ടും പറയാം. അത്രയും നമുക്ക് നല്ല പെർഫോമൻസും മൈലേജും നല്ല സ്പേഷ്യസ് ആയിട്ട് യൂസ് ചെയ്ത ഈ ഒരു വാഹനത്തിൽ നിന്ന് മാറൂല. അത്ര നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 4,90 കൊടുക്കാം. 4,90 ചെറിയൊരു പ്രൈസിന് നമുക്ക് ഉണ്ടാവും. മൈലേജ് കിട്ടുന്ന വാഹനമാണ്. സോ നമുക്ക് അത്യാവശ്യം നമ്മളൊരു ഫാമിലിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയില്ല. ഫ്രണ്ട്സ്, നമ്മളെ ജൂബിലിയിൽ 2ാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ്. മഞ്ചേരി മുട്ടിപ്പാലത്താണ് മലപ്പുറം റൂട്ടിൽ. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് ആയി കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് ഫവാദ് സൈനിങ് ഓഫ്.